പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ടിപ്പ് കാണിക്കട്ടോ. അപ്പോൾ അടിപൊളിയാണ്, കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കാം. അതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർക്ക് സാധാ മഞ്ഞൾ നമ്മുടെ വീട്ടിൽ പൊടിക്കണ മഞ്ഞൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ലേശം എടുത്താലും മതി. കസ്തൂരി മഞ്ഞൾ ഇത്തിരി കൂടുതൽ എടുക്കുക. ഈ മഞ്ഞളിൽ കുറച്ച് നല്ല മഞ്ഞ കളറല്ലേ, കസ്തൂരി മഞ്ഞളിൽ മഞ്ഞ കളർ കുറവാണ്. പിന്നെ പുറത്തുനിന്നുള്ള കസ്തൂരി മഞ്ഞളാകുമ്പോൾ ഭയങ്കര ചുട്ട് പൊള്ളലൊക്കെ ഉണ്ടാവും. വീട്ടിലാവത്തെ മഞ്ഞളാകുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. വീട്ടിലുള്ള കസ്തൂരി മഞ്ഞളാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് കല്ലുമിട്ട് ഉറച്ചിട്ട് തൈര് മിക്സ് ആക്കിയാലും മതി. ഇതിലേക്ക് തൈര്. അപ്പോൾ തൈര് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലെ തൈരാകുമ്പോൾ അതിൻ്റെ വെണ്ണ കളയണം, അല്ലെങ്കിൽ അത് നിറച്ച് കുരു കേട്ടോ. പിന്നെ സായി പല്ലവിയുടെ വീഡിയോയിൽ ആള് പറയണ പോലെ ചെയ്യുമ്പോൾ ആൾക്ക് നിറച്ച് കുരുണ്ട്, അത് ആളെ സ്കിന്നിൻ്റെ പ്രശ്നമായിരിക്കും, അങ്ങനെ പറയണം. പിന്നെ ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നാൾ അടുപ്പിച്ച് ഉപയോഗിക്കട്ടെ. അപ്പോൾ കളർ കുറഞ്ഞവരും ഒന്ന് വ്യത്യാസം എന്തായാലും വ്യത്യാസമാവും. ഇപ്പം എത്രയോ വീഡിയോയിൽ ആൾക്കാർ ഇടുന്നുണ്ട് കളർ കുറഞ്ഞവരും വീഡിയോ ഇടുന്നില്ലേ. പക്ഷെ സ്ഥിരമായിട്ട് തേക്കുമ്പോഴാണ് നമുക്കൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതിവിടെ എന്തുണ്ടാക്കി കൊടുത്താലും കുറച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ അത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പം ഇതുപോലെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ കൈമഴോ മുഖത്തോ ഒക്കെ തേച്ച് കൊടുക്കാനായിട്ട്. എപ്പോഴും നട്ടുച്ചയ്ക്ക് തേക്കണ്ട, രാവിലെയും വൈകുന്നേരം തേക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ തൈര് കൂടുതലായിട്ട് മഞ്ഞപ്പൊടി ആവാതിരിക്കുന്നത് നല്ലത്. കുറച്ച് ചെറിയൊരു കളർ വ്യത്യാസമായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ തൈര് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് കരുവാളിപ്പ്, ഇപ്പോഴത്തെ ചൂടിൽ കരുവാളിപ്പ് പോകാൻ തൈര് ബെസ്റ്റാണ് കേട്ടോ. അല്ല ഇതുപോലെ ചെയ്യാം. നമുക്ക് മുഖത്തൊക്കെ തേക്കാം കേട്ടോ. വെളുത്ത കൈമ മാത്രമല്ല കറുത്ത കൈമഴും തേച്ച് കളറില്ലാത്ത കൈമാട്ടാ തേച്ചാലും ഒന്ന് കരുവളിപ്പൊക്കെ മാറി കിട്ടും കേട്ടോ. ഇത്തിരിയൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.